ഞാൻ അഖില മാമിൻ്റെ നവംബർ ബാച്ച് അറ്റൻഡ് ചെയ്തിരുന്നു. അതിൽ നിന്ന് എനിക്കൊരു അമേസിങ് റിസൾട്ടാണ് എൻ്റെ ലൈഫിൽ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചത്. അതിന് ഞാൻ മാമിനോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. എൻ്റെ ഡെയിലി ലൈഫിൽ ഞാൻ എല്ലാ മേഖലകളിലും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിൽ നിന്നെല്ലാം മാറി ആദ്യം മാറ്റേണ്ടത് മറ്റുള്ളവരെ അല്ല എന്നെ തന്നെയാണ് എന്ന ഒരു തിരിച്ചറിവ് മാം എനിക്ക് മനസ്സിലാക്കി തന്നിരുന്ന ഒരു സെക്ഷനായിരുന്നു. മാത്രമല്ല നമ്മുടെ ലൈഫിൽ എന്താണ് നമുക്ക് വേണ്ടത് എന്ന ഒരു തിരിച്ചറിവും കൂടി കിട്ടിയ ഒരു വണ്ടർഫുൾ സെക്ഷൻ തന്നെയായിരുന്നു ഇത്. നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും കൺട്രോൾ ചെയ്യുവാനും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിരുന്നിടത്ത് പോലും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ഒരു ലെവലിലോട്ട് മാറാൻ എനിക്ക് സാധിച്ചു. അത് ഈ ഒരു സെക്ഷൻ കൊണ്ട് മാത്രമാണ്. പിന്നെ ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്ന ഞാൻ ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും വളരെ കാമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഒരു റിസൾട്ട് എൻ്റെ ലൈഫിലും കൂടി റിഫ്ലക്റ്റായി, എൻ്റെ ഫാമിലിയിലും കൂടി റിഫ്ലക്റ്റായി എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൽ ഞാൻ മാമിനോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഒന്നിനും ടൈം കിട്ടുന്നില്ല എന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്ന എനിക്കിപ്പോൾ നാം പറഞ്ഞതനുസരിച്ച് എല്ലാ ഏരിയകളിലും ബൗണ്ടറി സെറ്റ് ചെയ്തതോടുകൂടി എല്ലാ കാര്യത്തിനും ഇപ്പോൾ ആവശ്യത്തിലധികം സമയം എനിക്ക് കിട്ടുന്നുണ്ട്. എന്താ പറയുക, ഒരു ഐസ്ബർഗ് പോലെ എൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരുന്ന നെഗറ്റീവ് ഇമോഷൻസും നെഗറ്റീവ് തോട്ട്സുകളും എല്ലാം ഈ സെക്ഷനിലൂടെ എനിക്ക് ഒരുക്കിക്കളയാൻ മാമിൻ്റെ സഹായത്തോടു കൂടി സാധിച്ചു എന്നതാണ്. അവിടെ ഇപ്പോൾ ഒരു പ്രകാശവും പ്രതീക്ഷയുമാണ് എന്നിലുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇതുവരെയും എൻ്റെ ലൈഫിൽ കിട്ടാത്തതും എന്നാൽ ഏറ്റവും അത്യാവശ്യമായതുമായ അറിവുകളാണ് ഈ സെഷനിലൂടെ എനിക്ക് ലഭിച്ചത്. മാത്രമല്ല വർഷങ്ങളായി കൊണ്ട് നടന്ന ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും, ഒരു ഭാരമായി നെഞ്ചിൽ കൊണ്ട് നടന്നിരുന്ന പല കാര്യങ്ങളും എനിക്ക് ഈ സെഷനിലൂടെ ഹീൽ ചെയ്യാൻ സാധിച്ചു. ഞാൻ എനിക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്ന ഓരോരോ കാര്യങ്ങളും ഇപ്പോൾ എൻ്റെ ലൈഫിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്.